വരട്ടെ. ആ ഫസ്റ്റ് ക്ലോസിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? നിങ്ങളെ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട് ഇതല്ല. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. നിങ്ങളെ ഈ വെല്ലോടത്തും ഉണ്ടല്ലോ, ഈ പൊട്ട യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് കാര്യമില്ല. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കണം. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ എന്തിനുള്ള പുറപ്പാടാണ്? ആ ഒന്നാമത്തെ ക്ലോസിൽ എഴുതിയിരിക്കുന്നത് മലങ്കര സഭ എന്താണെന്നാണ് അതിന്റെ ഡെഫിനിഷൻ. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടാവല്ലോ. അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. അതുകൊണ്ടാണ് ആദ്യം എഴുതിയിരിക്കുന്നത് മലങ്കര സഭ, ഒരു ഹൈഫൻ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും. ഓക്കെ, അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മലങ്കര സഭയുടെ പേരെന്നാ? ദ മലങ്കര ഓർത്തഡോക്സ്. മനസ്സിലായോ? എല്ലാരും കേൾക്കാനാ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓർത്തഡോക്സ് സഭകളാണ് എല്ലാം. ഏതൊക്കെ? സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ചർച്ചസ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓർത്തഡോക്സ് സുറിയാനി. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇവിടെ മലങ്കര സഭയ്ക്ക് എഴുതിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി. പറഞ്ഞു മനസ്സിലായല്ലോ? ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. ശ്രദ്ധിച്ചു കേട്ടണം. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഓർത്തഡോക്സ് സുറിയാനി സഭകളുണ്ട്? 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭകൾ, സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭകൾ പലതുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പാശ്ചാത്യ സുറിയാനിയുണ്ട്, പൗരസ്ത്യ സുറിയാനിയുണ്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. പൗരസ്ത്യ സുറിയാനി സഭകളിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് മലങ്കര സഭ. അത് രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്. അവിടോട്ട് നമുക്ക് വരാം. നമുക്ക് വരാം. പക്ഷേ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ഈ പറയുന്ന അന്ത്യോക്യ പാത്രിക്കീസ് ആവുന്നു എന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം? അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭകൾ പ്രധാന മേലധ്യക്ഷനായിട്ട്, അതായത് അവരുടെ സഭയുടെ അധ്യക്ഷനായിട്ടല്ല, ഓർത്തഡോക്സ് സുറിയാനി സഭകൾ, അതായത് ഓർത്തഡോക്സ് സഭകളിൽ സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭകളുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസ് ആവുന്നു. അത് അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭകളും അതിനകത്ത് പെടും. പറഞ്ഞു മനസ്സിലായോ? അതിൽ പല സഭകളുണ്ടായിരുന്നു. ചില സഭകളൊന്നും ഇന്നില്ല. ചില സഭകൾ നെസ്തോറിയനായി വിശ്വാസം വിട്ടുപോയി. പക്ഷെ ഇപ്പോഴും അവശേഷിക്കുന്ന 2 സഭകളുണ്ട്. ഏതൊക്കെയാണ്? ഈ പറയുന്ന അന്ത്യോക്യയിലെ ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചും മലങ്കരയിലെ ദ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും. ഇത് രണ്ടും ഒരു സഭയല്ല. എന്താ പറയുന്നത്? രണ്ടും 2 വിഭാഗമാണ്. രണ്ടും 2-നകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറ്റേത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാണ് അന്ത്യോക്യയിലെ സുറിയാനി സഭ. നിങ്ങളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കേട്ടോ ബാലു? പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. മലങ്കര സഭ അല്ലേ? മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ ഒന്നാണ് മലങ്കര സഭ. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷന്മാരെ പാത്രിയർക്കീസുമാരെന്ന് വിളിക്കുന്നു. ഇതാണ് 34-ൽ വിവക്ഷിച്ചത്. അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, രണ്ടാമത്തെ ക്ലോസിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ മലങ്കര സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു ഭാഗവും. അവിടെ എങ്ങനെയാണ് വരുന്നത്? ഭാഗം. അപ്പൊ എന്തിന്റെ ഭാഗമാണ്? പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗം. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ആരാണ്?
കാതോലിക്കായി മാറുന്നു. ഇതൊക്കെ വിശ്വസിക്കൂ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മലങ്കര സഭ എന്താണെന്ന് കൃത്യമായിട്ട് വിവക്ഷിക്കാം. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പഠിപ്പിക്കും. ഇപ്പം നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ ഏതാണ്? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ഇപ്പൊ ജോർജാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോൾ 6 എണ്ണമുണ്ട്. കോപ്റ്റിക്ക്, അന്ത്യോക്യ, മലങ്കര, അർമീനിയ, എറിട്രിയ. ശരിയല്ലേ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ്. എന്നാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ടോ? അങ്ങനെ ഒരു സഭയില്ല. എന്നാൽ ഈ സഭകളെ എല്ലാം കൂടെ കൂടുന്നതിനെയാണ് ഓറിയന്റൽ ചർച്ചസ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സഭയില്ല. എന്നാൽ എല്ലാ ഓർത്തഡോക്സ് സഭകളും സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പൗരസ്ത്യവും പാശ്ചാത്യവുമായ സുറിയാനി സഭകളെ എല്ലാ ഓർത്തഡോക്സ് സഭകളെയും ഓർത്തഡോക്സ് സുറിയാനി സഭകൾ എന്നാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കണ